ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. വൈകിട്ട് പ്രധാനമന്ത്രിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച 5 തലങ്ങളിലുള്ള സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. സുപ്രധാന ഒരുപാട് കരാറുകളുണ്ട്. ആ ഒരു കരാറിലേക്കൊക്കെ തന്നെയല്ലേ നമ്മൾ ഉറ്റുനോക്കുന്നത് ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ? ഷീജ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായൊരു ചർച്ചയ്ക്കാണ് നാളെ ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ ഏതൊക്കെ തരത്തിലുള്ള കരാർ, പ്രത്യേകിച്ച് ഊർജ്ജ മേഖല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക മേഖലകൾ, പ്രതിരോധ മേഖലകൾ, എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ കരാറുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. സുഖോയ് 57 വിമാനങ്ങൾ, ഒപ്പം തന്നെ S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള നിർണായക പ്രതിരോധ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള കരാറുകളായിരിക്കും പ്രധാനമായി ഉണ്ടാവുക. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാര സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ കരാറുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പുടിന്റെ വക്താവ് കൂടിയായ ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ചൈനയും റഷ്യയും തമ്മിൽ നിർണായകമായ കരാറുകൾ എല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. വലിയ തരത്തിലുള്ള സഖ്യം ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ ഇന്ത്യ റഷ്യ കരാറുകൾ ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് പെസ്കോവ് പറയുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ കരാറിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട അത്തരമൊരു കരാറിലേക്ക്, അതായത് റഷ്യ ചൈന ബന്ധം എന്ന നിലയിലേക്ക് തന്നെ ഇന്ത്യയും എത്താനുള്ള ഒരു സാധ്യതയില്ല. കാരണം അമേരിക്ക ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റഷ്യ ചൈന ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങളുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ തിടുക്കപ്പെട്ടൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ നിലവിൽ $68 ബില്യൺ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ നടക്കുന്നത്. അത് $100 ബില്യൺ എത്തിക്കുക എന്നുള്ളത് 2030 എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും. നിലവിൽ അമേരിക്കയുമായി $129 ബില്യൺ കരാറും നടപടികളും വ്യാപാര ഇടപാടുകളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി രാജ്യത്തിന് നമുക്ക് ഗുണകരമാകുന്ന കരാറുകളാണ് ഉള്ളത്. അതേസമയം റഷ്യയുമായുള്ള കരാറിൽ അങ്ങനെ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. മാത്രമല്ല, അമേരിക്കയെ ഈ ഘട്ടത്തിൽ പിണക്കുന്നത് അത്ര നന്നാവില്ല എന്നുകൂടി ഇന്ത്യ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും ഈ കരാറുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സുപ്രധാന ചർച്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ വിഷയത്തിന് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പോഴുള്ള ഈ സഹകരണം, പ്രത്യേകിച്ച് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളൊക്കെ തന്നെ കുറെ കൂടി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ഇറക്കുമതി വർദ്ധിപ്പിക്കണം. ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട്. കയറ്റുമതിയിലും ഗണ്യമായ വർധനം ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള നിർണായക ചർച്ചകൾ തന്നെയായിരിക്കും നാളെ ഹൈദരാബാദ് ഹൗസിൽ നടക്കുക. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം ഉണ്ടാകും. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളെ രാവിലെ പ്രധാനമന്ത്രിയുമായി ചർച്ച, ഇരു നേതാക്കളും ഒന്നിച്ച സംയുക്ത പ്രസ്താവന നടത്തും. അതിനുശേഷം വീണ്ടും വലിയ തരത്തിൽ, അതായത് രാഷ്ട്രപതി ഒരുക്കുന്ന വിരുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ സുരക്ഷ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ മുമ്പ് ഒരു രാഷ്ട്രത്തലവന്മാരും വന്നതിന് അധികം സുരക്ഷയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് നേരെ ചില ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അന്ന് പുടിന്റെ വാഹനത്തിലാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇത്തവണയും പുടിന്റെ വാഹനം ഇവിടേക്ക് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വാഹനം ഏകദേശം 14 കോടിയിലധികം രൂപ വരുന്ന അത്യാധുനിക സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന കാറാണ് എത്തിച്ചിട്ടുള്ളത്. അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരു വശത്ത്, ഒപ്പം തന്നെ 48ലധികം വരുന്ന റഷ്യയുടെ തന്നെ സ്വതന്ത്ര സുരക്ഷാ സംവിധാനം, സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏറ്റവും അത്യാധുനിക സുരക്ഷാ സംവിധാനം സേനയുണ്ട്. ആ സേന ഇവിടെ കമാൻഡോ സംഘമാണ്, അവരെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SPG NSC കമാൻഡോയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനം, ഡൽഹി പോലീസിലെ സ്വാറ്റ് അടങ്ങുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് കമാൻഡോ വിഭാഗങ്ങൾ, ഇവരെല്ലാമാണ് രാജ്യ തലസ്ഥാനത്ത് 5 ലെയറിലുള്ള ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുള്ള. ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാണാത്ത സുരക്ഷാ സംവിധാനം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനം, ഗതാഗത നിയന്ത്രണം അടക്കം ഹൈദരാബാദ് ഹൗസിന് പരിസരങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ.